നമസ്കാരം. രാത്രി 1 മണി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ എടപ്പാൾ ടൗണിൽ സംഭവിക്കുന്ന ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഈ പോണത് മലിനജലമാണ്. മലിനജലം എന്നുദ്ദേശിച്ചത് സെപ്റ്റിക് ടാങ്ക്, സീവേജ് വാട്ടർ. ഇത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പരിസരത്തു നിന്നുള്ള ഏതോ മാളിൽ നിന്നാ ഏതോ ഹോട്ടലിൽ നിന്നാ ഒക്കെയാണ് ഈ വരണത്. എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ മണത്തിട്ട് നിൽക്കാൻ പാടില്ല. ഈ ജലം കംപ്ലീറ്റ് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് എടപ്പാൾ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങളിത് ഇപ്പോൾ നിശബ്ദമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ആപത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാഴ്ചയൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാര്യം ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഏത് വെള്ളമാണെന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയാനില്ല. എങ്കിലും 1-2 കാര്യങ്ങൾ പറയാതെ പോയി കഴിഞ്ഞാൽ അത് തന്തയിലായി പോകും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ മാള് നെസ്റ്റോയാണ്. അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഹോട്ടലുകാരുണ്ട്. നെസ്റ്റോ മാത്രമാണ് ഒഴുക്കി വിടണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ ഏറ്റവും വലിയ മാള് അവിടെ നെസ്റ്റോ ആണ്. ഇതാര് ചെയ്താലും തല്ലുകൊള്ളിത്തരാണ്, തന്തയില്ലായ്മയാണ്. കാര്യം ഇത്രയും ആൾക്കാരുടെ കുടിവെള്ളത്തിലേക്കാണ് നിങ്ങൾ ഈ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഇത്രയും പകർച്ചവ്യാധികളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു മക്കളോടടക്കമുള്ള ദ്രോഹമാണ്. ആര് ചെയ്താലും, ഏത് മറ്റിടത്തെ മാളുകാർ ചെയ്താലും തെണ്ടിത്തരാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങുക. ഉറക്കം നടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ വലിച്ചെറിഞ്ഞേക്കുക. അവരെ നോക്കണ്ട. നിങ്ങൾ അവരുടെ ഒന്നും പുറകെ പോയി അവർ ചെയ്യും ഇവർ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തർക്കുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കാൻ പോകണം. അല്ലാണ്ട് അവർക്കൊന്നും പോകാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ജനങ്ങളാൽ ചെയ്യാവുന്നത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക. ഞങ്ങളിത് ദിനം പ്രതി കാണുന്നതാണ്. ദിനം പ്രതി ഇത് തന്നെയാണ് പരിപാടി. ഇപ്പോൾ ആ സ്ലാബിൻ്റെ ഇത് പണി നടക്കുന്നതുകൊണ്ട് മാത്രം വെള്ളം നിങ്ങൾക്ക് കണ്ടു. നേരത്തെ ഞങ്ങൾക്ക് മണം മാത്രമേ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ അതും കൂടി കാണിച്ചു തന്നിട്ടാണ് ഇപ്പം ഞാൻ തെളിവോട് കൂടിയിട്ടാണ് പറയണത്. ആരൊഴുക്കണ് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ആ പരിസരത്ത് തന്നെ വന്നത്. മാളുകാരായാലും ശരി, ഏത് ഹോട്ടലുകാരായാലും ശരി, ഇത് തല്ലുകൊള്ളിത്തരാണ്. ഇതിന് വേണ്ടിയിട്ട് ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. പിന്നെ അവിടെ വേസ്റ്റ് എടുക്കാൻ പറ്റുന്നവന്മാരോട് എനിക്കൊന്നും പറയാനുള്ളത്, നീയൊക്കെ എവിടെയാണ് ഈ സാധനം കൊണ്ട് ഒഴുക്കണത്? എന്താണ് നിൻ്റെയൊക്കെ പ്ലാൻ? എന്താണ് പദ്ധതി എന്ന് ശരിക്കറിയാവുന്ന ആൾക്കാരെ ഞങ്ങൾ ഓട്ടോക്കാർ. ഞങ്ങളെ വെറുതെ രംഗത്തേക്ക് ഇറക്കരുത്. ഇറക്കിയ നിനക്കൊന്നും അത് നന്നാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊന്നും ഒരു ലോഡ് എടപ്പാളെന്ന് എടുക്കില്ല. ഇത് ഞങ്ങൾ ഓട്ടോക്കാരാണ് പറയണത്. ഏട്ടല്ല, മര്യാദയ്ക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മര്യാദയ്ക്ക്, ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുക.